Hey guys, so first നമ്മൾ ആദ്യമായിട്ടൊരു ലൈവ് വ്ലോഗ് ചെയ്യാൻ പോവാണ്. സോ ഇത് ഞാൻ റെഡിയാണ്, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം റെഡിയാണ്, നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫിറ്റൊക്കെ കാണിച്ചു തരാം. സോ ഫിറ്റൊക്കെ ഷർട്ട് പാൻറ് എല്ലാം ഓക്കെ അല്ലേ ഗായ്സ്? ഓക്കെ. സോ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാം. ശ്രീമോനൊക്കെ ഇവിടെ റെഡി ആവുന്നേ ഉള്ളൂ. രണ്ട് ബൈക്കുകൾ ഗൈസ്, നമ്മുടെ ഒരു ബുള്ളറ്റും നമ്മുടെ അനന്തുവിന്റെ ഡോമിനർ. ഇരിക്കുന്ന ഇരുത്തം നോക്ക് ഗൈസ്, അതിന്റെ ഇന്ത്യ അവൻ കുണുങ്ങി കുണുങ്ങി വരുവാ. ഇവരാണ് നമ്മുടെ ലേറ്റോളി ഗൈസ്, ലേറ്റോളി. ഓ തറവാടാണല്ലോ. Let's go, let's go, let's go. ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുകൊണ്ട് നമ്മൾ 3 minutes ലേറ്റ് ആണ് ഗൈസ്. നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ഇത് തുറക്കാൻ വേണ്ടി. സിഗ്നലിൽ പെട്ടു ഗൈസ്, പക്ഷെ അവരിപ്പോഴും വന്നിട്ടില്ല. പുറകെ വന്നു ഗൈസ്. വെറുതെ ലേറ്റ് ആയിരുന്നു. ഈ സിഗ്നൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവര് നമ്മുടെ അടുത്ത് എത്തിയത്. പാലത്തിന്റെ അടുത്ത് നമ്മൾ പോകുന്ന പാലസ്. നമ്മളിപ്പോൾ മൈസൂർ പാലസിന്റെ ഫ്രണ്ട് ഇല്ല ബാക്കിലൂടെയാണ് പൊട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കുതിര വേണ്ടി വരുന്ന ഗൈസ്. രണ്ടെണ്ണം ഗൈസ്, ഒന്നും രണ്ടും കുതിര. ഇവിടെ കുതിരവാരി ഭയങ്കര ഇതാണ്. രാത്രിയിലാവുമ്പോ ലൈറ്റ് വിട്ട് ഇറങ്ങിക്കോളാവുമ്പോ ഇതാണ് ഗൈസ് മൈസൂർ പാലസ്. പാലസിന്റെ ബാക്ക് സൈഡ് ആണ്, അതുകൊണ്ട് വലിയ വെട്ടവും കുന്തമൊന്നുമില്ല. ഇതിൽ കാണാം, ചെറുതായിട്ട് കാണാം. നമുക്ക് പറ്റുമെങ്കിൽ തിരിച്ചു വരുമ്പോൾ മൈസൂർ പാലസ് കാണിച്ചു തരാം. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് ഗൈസ് KR മാർക്കറ്റ് ഉള്ളത്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മൈസൂരിലെ ഫേമസ് KR മാർക്കറ്റ്. ഇതിനകത്തോട്ട് ഒരുപാട് പൂക്കച്ചവടം അതും ഇതും എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ കയറുന്നില്ല, ഭാവിയിൽ വരികയാണെങ്കിൽ ഞാൻ ഫുള്ള് എടുത്ത് കാണിച്ചു തരാം. മൈസൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ മരങ്ങൾ. അപ്പുറം ഇപ്പുറം എല്ലാം എന്താ മരങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് എല്ലായിടത്തും അങ്ങനെയാണ്. ഇതിന് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. 4-5 സിഗ്നലിൽ വീട്. അവിടുന്ന് ഇറങ്ങിയിട്ട് 4-5 സിഗ്നലിൽ വീണിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇത് നമ്മുടെ വേറൊരു സ്പോട്ടാണ്. ഇത് തലശ്ശേരിക്കാണ്. ഇത് നമ്മൾ ഇവിടേക്കല്ല വന്നത്. നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലം നിൽക്കണം. കേട്ടില്ല? വെക്കേഷൻ. വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. വെക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ വന്നാൽ കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടാണ് ഗൈസ് കാണുന്നത്. ചായക്കട നിങ്ങൾക്ക് കാണാമോ? ദൂരതയിൽ മരങ്ങൾക്കിടയിൽ ചായക്കട. And we have reached our destination. 9 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഗൈസ് നമ്മൾ 9 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. നടക്കണോന്ന് ഗൈസ്. ഇതാണ് നമ്മുടെ ചായക്കട. നല്ല റഷാണ് ഗൈസ്. എന്തോ പ്രത്യേകത ഉണ്ട് ഇവിടെ. ചായ കുടിക്കാൻ വന്നിട്ട് ചായ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇന്ന് കൊല നടക്കും. കൊല്ലംകാരന് ചായ കിട്ടിയില്ലെങ്കിൽ എന്താ നടക്കുന്നറിയാം. ഈ ഗൈസ് നമ്മുടെ പഴംപൊരി വന്നു, ചായ വെയിറ്റ് ചെയ്യാണ്. ഓ ഇതിവിടെ നടക്കൂല. എനിക്ക് പഴംപൊരി എന്നിട്ട് പുള്ളി എന്തോ ബർഗറൊക്കെ എടുത്തോണ്ട് പോകും. വെള്ളം പഴംപൊരി വായി വെക്കുമ്പോഴേ അറിയാം. അല്ല പഴംപൊരി വായി വെച്ചപ്പോഴേ കിടില്ലാതെ ഒരു കടി കടിച്ചത് കിടിലൻ പഴംപൊരി. ഈ സൂം ചെയ്യുമ്പോ പഴംപൊരിയുടെ കളർ മാറുന്നുണ്ടോ? മഞ്ഞപ്പൂടിയിലിപ്പോ ചായ വന്നു. പഴംപൊരിയാണ് നല്ലത് പിടിച്ചിട്ടുണ്ട്. കിടിലൻ ചായ. ശ്രീമോനെ നമ്മൾ എന്തിനാണ് 9 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നേ? ചായ
ചായ കുടിക്കും. അവന്റെ ചിരി നോക്ക്, അവന്റെ പഴംപൊരി തിന്നുന്നത് കണ്ട്. ഇത്രയും സാധനം മുഴുവൻ എടുത്തോണ്ട് വന്നപ്പോ ഞാൻ കരുതി വെയിറ്റർ ആയിരിക്കും ഇവിടുത്തെ. നോക്ക് അവിടെ അതെന്തോ ആ മഞ്ഞ സാധനം ഏലാഞ്ചി. അതിന്റെ അപ്പുറത്ത് ഉന്നക്കായ. അത് ആക്ച്വലി ഞാൻ കൊല്ലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൊള്ളല്ലേ? നമ്മൾ വന്നപ്പോ ഇവിടുത്തെ തിരക്കെല്ലാം പോയി കഴിച്ചു. അങ്ങനെ വേണം നമ്മൾ വരുമ്പോ ബാക്കി എല്ലാരും മാറിത്തരണം. അതും കൊള്ളാം, ഉന്നക്കായും കൊള്ളാം. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഇനി ഏലാഞ്ചി മാത്രമാണ്. പിന്നെ കുറച്ച് ചായയും കൂടി കുടിച്ച് അങ്ങ് ഇറക്കുക. ഓ ഇത് ഇച്ചിരി പാടാ കേട്ടോ വരാൻ. ആൾ സാധനമല്ല മോനെ, ഇലയില്ലയോ ഒന്ന് ദഹിച്ചോളും. ഇവൻ ചായ കുടിക്കുന്നു. മിസ്മോസ് അത് മലയാളികളുടെ അവിടെ നമ്മള് ഫുഡൊക്കെ കഴിക്കാറ്. അവിടെ നമ്മള് മറ്റേ ഷേക്ക് അതും ഇതൊക്കെയാണ് കിട്ടാറ്. ഇവിടെ ഫുള്ള് മലയാളീസിന്റെ കട കുറെ ഉണ്ട് ഗൈസ്. അങ്ങനെ എന്റെ ഫൈനൽ വാഴക്കാപ്പത്തിന്റെ കടിയാണ് കഴിച്ചത്, മിന്നിച്ചക്ക. ഗൈസ് വീണ്ടും ചായ പറയാൻ പോകുന്ന ആനന്ദ്. ഒരു സെറ്റ് ചായ കുടിച്ച് കഴിഞ്ഞു. ശ്രീമോന്റെ അഹങ്കാരം കേട്ടോ പോയിരിക്കുന്നു. നബീർ ആരുമായിട്ട് സംസാരിക്കുന്നു. ഞാനിവിടെ വീഡിയോ എടുക്കും. നമുക്കൊരു നന്മ ചെയ്യണോ ഗൈസ്? ഞാൻ മിക്കവാറും എഡിറ്റ് ചെയ്ത് കളയും. എടാ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും, കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. ശ്രീമോനെ പഴംപൊരി മേടിച്ചു കൊടുക്കും. എനിക്കൊരു 4 ചായയും കൂടി പറ. നമ്മൾ മൈസൂർ ഇതുപോലെ കുറെ കുട്ടികളുണ്ടായത്. ഇവര് ഇതുപോലെ എനിക്കൊന്ന് മാഫിയ വല്ലോ ആയിരിക്കും. ഇല്ലടാ മാഫിയ ആയിരിക്കത്തില്ലടാ ഇവര് ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കണ്ടാട്ടെ ഇവന് പേടിയാ കേസ്. നമ്മള് ഇത്ര സമൂഹത്തിൽ നടക്കുന്ന മോശ കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവരണം. മനസ്സിലായല്ലേ? അത് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റൂല. അങ്ങനെയൊന്നുമില്ല, നമ്മള് പറയും. പറയേണ്ടത് നമ്മള് എവിടെ ആയാലും പറയണം. അങ്ങനെ നെക്സ്റ്റ് സെറ്റ് ചായയും കൂടി വന്നു. ഈ ചായ പയ്യെ കുടിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ വീണ്ടും മേടിച്ചു കൂട്ടും. അതാണ് അടുത്ത ചായ. ചായയോട് ചായയാണ് കഴിച്ചത്. എന്റെ ഡയറ്റ് എല്ലാം ഇവന്മാരെ നശിപ്പിച്ചിനും ഗൈസ്. ഇങ്ങനെ ഞാൻ 6 ദിവസം ഡയറ്റ് എടുക്കും ഗൈസ്. 7ാമത്തെ ദിവസം എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒക്കെ മേടിച്ചാൽ എന്റെ ഡയറ്റ് ഇല്ലാടാ. ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ല കേട്ടോ, ഇവൻ തന്നെ എടുത്ത് കഴിക്കുന്നത്. മുനവീർ ഏതോ കോട്ട് പറയാതെ. കോട്ടോ ഏത്? ഈ കട ഇല്ല ഇത് പറയണ ഇതാണ് മെയിൻ പാടാ. ഇത് ഇങ്ങനെ ആയിരുന്നു. വീണ്ടും ഒരു ഗസ്റ്റ് നിങ്ങൾ പറയട്ടോ. ഈ മൈക്കൂരി പുള്ളി പറയുന്നത് നിങ്ങളൊരു ഗസ്റ്റ് പറഞ്ഞു ഒരു ദിവസം എത്രത്തോളം ചായ? ഞാനൊരു 600. എങ്കിൽ ഞാൻ 1000 പറയും. ഞാൻ 1000. ഒരു ദിവസം 3000 4000. ഞാൻ 1000 ആൾക്കാരൊക്കെ. ആവറേജ് ഒരു ദിവസം 3000 ചായ പോകും. 3000 ചായയോ? അതെങ്ങനെ നമ്മൾ തന്നെ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം 3000 ചായ ഗൈസ്. ആവറേജ് 3000 ചായ. 3 × 15 ഇവിടുന്ന് മേടിക്കുന്നത്. എത്ര? 18. പിന്നെ ഇതിന്റെ റോ മെറ്റീരിയൽസ് പാല്, LPG-യുടെ വില കൂടി, അതൊക്കെ പ്രശ്നമാണ്. പാല് വീണ് ചൂട് കൂടി. സൂപ്പർ ഗൈസ്. അങ്ങനെ നമ്മള് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തോടാ അവക്കാഡോ ജ്യൂസും നടക്കുകയാണ്. അവര് വണ്ടി ഇപ്പൊ എടുത്തിട്ട് വരും. നോക്കാം
എവിടെ കിട്ടും. അവിടെ നമ്മൾ നേരത്തെ കണ്ട തലശ്ശേരി കഫേയിൽ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ഇവിടുന്ന് കുടിക്കാം ഗൈസ്. നമ്മൾ നിന്നെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തലശ്ശേരി വരെ പോകണ്ട. ഇവിടെ ഒതുക്കട്ടെ ഗൈസ്. വെച്ചിട്ടോ അവക്കാടോ ഉണ്ടോ ഗൈസ്? യെസ്, അവക്കാടോ. എനിക്ക് അവക്കാടോ 4 അവക്കാടോ ഓർഡർ ചെയ്ത് ഗൈസ്. ഇതിന്റെ സെറ്റപ്പ് എനിക്ക് മനസ്സിലാവും. ഇരുന്നാ കുടിക്കാൻ പറ്റത്തില്ല, നിന്നാലേ കുടിക്കാൻ പറ്റും. ജ്യൂസ് വന്നിട്ട് എടുക്കാം ഗൈസ്. ഈ ജ്യൂസ് വന്നിട്ട് കേസ് സാധനം ഭരണത്തിന്റെ മെച്ചം കുടിച്ചോ. എന്ത് ഷാർജ ഷേക്ക് പാല് കൂടിയതാണെന്നോ? കൊള്ളാം. ശരി, തിക്നെസ് കുറച്ച് ലൂസായി പോയി. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അത് 4 കാലിയാക്കി. നല്ല ജ്യൂസ് ആയിരുന്നു, നല്ല ഷേക്ക് ആയിരുന്നു അല്ലേ? അവക്കാഡോ ഷേക്ക്. നൈസ് ഗൈസ്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവാം. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇനി ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ല, ഷേക്ക് കുടിച്ച് മതിയാക്കി. ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോവാം. ശ്രീമാൻ എന്തെങ്കിലും ഉണ്ടോടാ? ആദ്യത്തെ വ്ളോഗ് എല്ലാം കൊണ്ട് സൂപ്പർ ആയിരുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. അനുദിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആദ്യത്തെ വ്ളോഗ്. ഓക്കെ, നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്. വീട്ടിൽ പോയിട്ട് നമുക്ക് നിർത്താം. ഭയങ്കര ടയർഡായി. ഇന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് വന്നത്. നല്ല തലവേദന. സോ ഇന്നതോടെ നാളെ ഒരു പരിപാടി ഉണ്ട്, കമ്പനിക്ക് അതിന് പോകണം. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് മൈസൂർ പാലസിന്റെ അടുത്തുകൂടി വന്നു ഗൈസ്. പക്ഷേ ഇവിടെ മൈസൂർ പാലസ് രാത്രി അടച്ചിട്ടേക്ക് നല്ല ലൈറ്റ് സെറ്റപ്പാണ്. ഞാൻ മറ്റേ ഇത് കാണിച്ചു തരാം ഗൈസ്. മൈസൂർ പാലസ് ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ കവാടത്തിന്റെ ഇടയിൽ കൂടെ നമുക്ക് അകത്തോട്ട് നോക്കാം. ആക്ച്വലി നമ്മളിപ്പം ട്രിപ്പൊക്കെ വരുമ്പോഴേ കഴിച്ചു നമ്മൾ രാവിലെയൊക്കെ വന്നിട്ട് മൈസൂർ പാലസിന്റെ അകമൊക്കെ കണ്ടിട്ട് ആക്ച്വലി രാത്രിയിൽ ഇവർ ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കി. ഇതിപ്പോഴും അല്ല, ദസറ ടൈം ആവണം. ദസറ ടൈമിൽ ഇതിനെക്കാട്ടി ലൈറ്റ് ആണ്. ഇത്രയും മാത്രം ലൈറ്റ് മൈസൂർ എവിടുന്നാന്ന് എനിക്കറിയത്തില്ല. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അങ്ങ് ഭയങ്കര ലൈറ്റും പടക്കങ്ങളുമാണ് ഇവിടെ. കീഴനായി ലൈറ്റൊക്കെ അണഞ്ഞ് തുടങ്ങി, അകത്തൊക്കെ ലൈറ്റ് അണച്ച് തുടങ്ങി. അവിടെ ഒരു ചുമന്ന വെട്ടം കണ്ടു വെച്ചത് എന്തോ മരത്തൊക്കെ ആണോ? അല്ല, അത് ലൈറ്റ് തന്നെയാണ്. ഞാൻ എന്നെ കാണിക്കാം. എന്റെ ബ്ലോഗിൽ ഞാൻ ഇല്ലെങ്കിൽ മോശമല്ലേ? ബോംബ് ഡിറ്റക്ട് ചെയ്യുന്ന സാധനം അവിടെ അല്ല, അവിടെ ഒരു ഗരുഡൻ ഇരിക്കുന്നുണ്ടോ ഗൈസ്? കിടിലാണ്. ഇതെന്ത് ബോംബ് ഡിറ്റക്ട് ചെയ്യുന്ന സാധനം ഒന്നല്ല, അതൊരു ബാരിക്കേഡ് വെച്ചേക്കോട്ടെ. തന്നെ ബോംബ് ഡിറ്റക്ട് ചെയ്യുക. എന്റെ പൊന്നടാവുകയെ സമ്മതിച്ചു തന്നേക്കുന്നില്ല ഗൈസ്. വേറൊരു ഗരുഡൻ. ഗരുഡൻ. പിന്നെ ജിറാഫ് ഉണ്ട്. എവിടെ? നമ്മൾ വന്നതിന് ശേഷം നല്ല തിരക്കായി കഴിച്ചു. ആൾക്കാരെല്ലാം പടപടാന്ന് പറഞ്ഞു. നോർമലി നമുക്ക് അവിടം വരെ പോകാൻ പറ്റും. അകത്ത് രാവിലെ, പക്ഷെ വൈകുന്നേരങ്ങളിൽ നമുക്ക് അവിടം വരെ പോയി വീഡിയോസും ഫോട്ടോസും. പക്ഷെ അതിന്ന് അതെല്ലാ ദിവസവും ഉണ്ടോ? അതിവൻ വന്നപ്പോഴേ ഉള്ളു ഗൈസ്, ഞാൻ വന്നപ്പോ ഇല്ല. നീ വന്നില്ലല്ലോ അതിന്. എങ്കിലും മൈസൂർ പാലസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. അനന്ത് ഇവിടെ ഈ കുതിരയുടെ ഫോട്ടോ എടുക്കുന്നു. അനന്ത് സ്വന്തം ബൈക്കിന്റെ ഫോട്ടോ തന്നെ ഒരു 10-40 എടുത്തതാണ്. കുതിരയും ബൈക്കും. അതാണ് അനന്തന്റെ മുരകറിനെ കുതിര കുത്തിയിലേക്കുള്ള നോക്കി കിട്ടോ. ഈ ഫോട്ടോ ഒക്കെ ഒന്ന് കാണിക്കണം കേട്ടാ. കുതിര വണ്ടികൾ കാണിച്ചാൽ നോക്കട്ടെ. ഈ കുതിര വണ്ടികളെല്ലാം ഇവിടെ കാണിച്ചു. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാർ വരുമ്പോ ഇവരൊക്കെ കാണിച്ചിട്ട് ഇതിലൊക്കെ കയറും. നമ്മൾ കയറാറില്ല. ഞാൻ ഇതുവരെ വന്നിട്ട് ഇതിൽ കയറിയിട്ടില്ല. കയറേണ്ട കാര്യമൊന്നുമില്ല. രാത്രിയിൽ യാത്രയില്ല അല്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ഇനി ബായ് പറയാനൊന്നും വയ്യ. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ബായ് പറയാണ്. ആദ്യത്തെ വ്ലോഗാണ്. ഇതുകൊണ്ട് തീരത്തില്ല, ഇനിയും വ്ലോഗ്സ് വരുന്നതാണ്. സോ ഇവിടെ വെച്ച് നമ്മൾ ബായ് പറയാണ്. രാത്രിയിൽ യാത്രയില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ
അതോടെ തന്നെ ടാറ്റ.